ഹലോ ഓൾ, എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആഷ്ന. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഓൾറെഡി കഴിഞ്ഞ വീഡിയോസ് എല്ലാം കാണുമ്പോൾ തന്നെ നമ്മളോട് കുട്ടികൾ കൂടുതലായിട്ടും ചോദിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് കമ്പനി ബോർഡ് LGSനെ കുറിച്ചിട്ട്. അപ്പോൾ ലാസ്റ്റ് എക്സാം നടന്നത് എന്നാണ്, മെയിൻ ലിസ്റ്റിൽ എത്ര പേരുണ്ട്, നമുക്കിടെ സാധ്യത, ഇനി വരുന്നവരുടെ സാധ്യത എത്രയാണ് തുടങ്ങിയതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് കിടക്കാം. കമ്പനി ബോർഡ് LGS എന്ന് പറയുന്ന ഈ ഒരു എക്സാം സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടത്തുന്നതാണ് അല്ലെ. LGS ലെവലിലുള്ള ഒരു എക്സാം ആണ്. പക്ഷെ വ്യത്യാസം എന്താണ്, സ്റ്റേറ്റ് വൈഡ് ആയിട്ട് നടത്തുന്ന ഒരു എക്സാം ആണ്. ഒപ്പം തന്നെ ഡിഗ്രിക്കാർക്കും, സാധാരണ LGS 7ാം ക്ലാസ് യോഗ്യത ഉള്ളവർക്കാണ് എഴുതാൻ പറ്റുന്നത്. ഇവിടെ നമുക്ക് ഡിഗ്രിക്കാർക്കും PGക്കാർക്കും ഏത് അല്ലെങ്കിൽ ഏതൊരു ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാണെങ്കിലും കമ്പനി ബോർഡ് LGSലേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അവസാനത്തെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത് 2021 കാറ്റഗറി നമ്പർ 609/2021. ഇനി ഈ 2021 നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നത്. എക്സാം നടന്നത് 17/5/2023 പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 12/1/2024 ഓക്കെ, 2024 നമുക്ക് നോട്ടിഫിക്കേഷൻ, റാങ്ക് ലിസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം കഴിഞ്ഞതിന് ശേഷം റാങ്ക് ലിസ്റ്റ് വന്നത്. ഇനി അത് കഴിഞ്ഞ് നമുക്കറിയാം എത്ര വർഷമാണ് ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി? 3 വർഷമാണ് അല്ല. അതായത് 12/1/2027 പുതിയ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യണം, കമ്പനി ബോർഡ് LGSന്റെ നിലവിൽ വരണം അല്ലെ. ഇപ്പൊ നോക്കിക്കേ, 2024 അതായത് 2024 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന് നമുക്ക് ഏകദേശം മെയിൻ ലിസ്റ്റിൽ 4038 ആളുകളും സപ്ലി ലിസ്റ്റിൽ 4055 ആളുകളുമാണ് സപ്ലി ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. ഏകദേശം രണ്ടും കൂടെ കൂട്ടി 8000-ലധികം എന്തിട്ടുണ്ട് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അതേപോലെ തന്നെ ഇപ്പൊ നമുക്ക് 2025 ഏകദേശം നമുക്കൊരു 1.5 വർഷം പിന്നിടുമ്പോൾ സാധാരണയായിട്ട് നമുക്ക് അഡ്വൈസ് പോയിട്ടുള്ളത്, ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് 2120 ഓക്കെ, 2025. അതായത് അത്രത്തോളം വേക്കൻസീസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. 2120 ആളുകൾക്ക് നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് കാലാവധി തീർന്നിട്ടുണ്ടോ, റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീർന്നിട്ടുണ്ടോ? ഇല്ല അല്ലെ. ഇപ്പൊ എത്രയാണ്, 2025 ആയിട്ടുള്ളൂ. അപ്പൊ ഇനിയും കിടക്കാണ് 26 അല്ലെ, ഏകദേശം 1.5 വർഷം ഇനിയും കിടക്കാണ്. അപ്പൊ ഇതിന്റെ ഇരട്ടി തന്നെ നമുക്ക് നോക്കിയാൽ ഏകദേശം എത്രയാണ്, 4000-ലധികം നമുക്ക് അഡ്വൈസ് ഇനിയും പോകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് അല്ലെ. അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ കമ്പനി ബോർഡ് LGSന്റെ ലാസ്റ്റ് ഗ്രേഡ് സെർവൻസിന്റെ എന്ത് വന്നിരിക്കുന്നത്, നോട്ടിഫിക്കേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുള്ളത്. ഇനി നമുക്കറിയാം ഇതിന്റെ ലാസ്റ്റ് പരീക്ഷ നടന്നതും അതുപോലെ അത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി എല്ലാവരുടെയും സംശയം ഞാൻ പറഞ്ഞ പോലെ ക്വാളിഫിക്കേഷൻ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലിയർ ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇനി അടുത്ത നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും? അതായത് 2027 ഈ പുതിയ റാങ്ക് ലിസ്റ്റ് വരണമെങ്കിൽ 2025 അവസാനമെങ്കിലും എന്ത് ചെയ്യണം, നോട്ടിഫിക്കേഷൻ വരണം. നോട്ടിഫിക്കേഷൻ വന്നാൽ 2026 കൂടിയിട്ട് എക്സാം നടത്തണം അല്ലെ. ഇപ്പൊ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്, ഞാൻ ഇന്ന് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് 2025 ജൂൺ മാസമാണ്. ജൂൺ 16-ാം തീയതിയാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്ക് നോട്ടിഫിക്കേഷൻ വരാനായിട്ടുള്ള സമയം ഇങ്ങനെ അങ്ങോട്ട് പോകുന്നതോറും ഓരോ ദിവസം കൂടുന്നതോറും അടുത്തടുത്ത് വരികയാണ് അല്ലെ. അപ്പൊ നിങ്ങൾ ഇനി നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ട് പഠനം തുടങ്ങാം എന്ന് ആലോചിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നൊരു വലിയൊരു മണ്ടത്തരമായിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ ബാച്ച്, പുതുപുത്തൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. കൂടുതൽ അറിയാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, നിങ്ങളൊന്ന് കോൾ ചെയ്യുക. വാട്സപ്പ് മെസ്സേജ് ഒരുപാട് വരുന്നുണ്ട്, ഒരുപാട് പേർക്ക് റെസ്പോൺസ് പോകുന്നില്ല. സോ നിങ്ങളൊന്ന് കോൾ ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ
ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ നമ്മൾ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്താണ് ഡൗട്ട് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തരാവുന്നതാണ്. അപ്പോൾ കമ്പനി ബോർഡിൻ്റെ ഏറ്റവും പുതിയ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തെ 20 പേർക്കാണ് ഒരു മെൻറ്ററിനെ അലോട്ട് ചെയ്യുന്നത്. ഇനി അതെല്ലാം നിങ്ങൾക്കൊരു 1-to-1 ഇൻഡിവിജ്വൽ മെൻറ്റർഷിപ്പ് ആണ് വേണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് ഫോർ ദാറ്റ്. അപ്പോൾ കൂടുതൽ അറിയാൻ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം. മറ്റുള്ളതിനേക്കാൾ വ്യത്യസ്തമായിക്കൊണ്ട് നമ്മൾ ഒരു ദിവസം നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ദിവസവും എക്സാം നമ്മൾ തരുന്നുണ്ട്. ഡെയിലി നിങ്ങൾ ക്ലാസ് കാണുന്നതിന് കൂടെ തന്നെ ഡെയിലി എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്ത് പോവാം. ഡെയിലി എക്സാം, മന്ത്ലി എക്സാം, റിവിഷൻ സെഷൻസ്, ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ, PYQ പ്രാക്ടീസ് തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഈ ഒരു കോഴ്സ് വഴി നിങ്ങൾക്ക് നൽകുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളുടെ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ചിൽഡ്രൻ ബൈ ആൻഡ് താങ്ക് യു.